ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റുന്നത് ഉറപ്പാണ് തീർച്ചയായിട്ടും. ട്രെയിലറിലൊക്കെ കണ്ട പോലെ അത് നന്നായിട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ഫസ്റ്റില് കാണുന്ന ഒരു ഫീൽ ഉണ്ടോ സെക്കൻഡ് പാർട്ടില്? വിവാദങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ കാന്താര 2 റിലീസ് ആയിരിക്കുകയാണ്. എന്താണ് തിയേറ്റർ റെസ്പോൺസ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ കിട്ടുന്ന ഒരു ഫീൽ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടോ? ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? എത്ര എക്സ്പെക്ട് ചെയ്യാം നമുക്ക്? ജയറാമിന്റെ ഒക്കെ ആക്ടിങ് എങ്ങനെയുണ്ട്? നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടോ? സെക്കൻഡ് പാർട്ടിൽ സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റുന്നത് ഉറപ്പാണ് തീർച്ചയായിട്ടും. ഇത് ഒരു വിശ്വാസത്തിനപ്പുറം പ്രേമിയുടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരങ്ങളുണ്ടല്ലോ സ്ക്രീനിൽ എങ്ങനെ കാണുന്നുള്ളത്, അത് വ്യക്തമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്ര എക്സ്പെക്ട് ചെയ്യാം നമുക്ക്? 5 ബാർ, എക്സ്ട്രീംലി 5 ബാർ 5. ഫസ്റ്റ് പാർട്ടിൽ കാണുന്ന പോലെ ഒരു ഫീൽ സെക്കൻഡ് പാർട്ടിൽ കിട്ടുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പാർട്ടിനായിട്ടും കുറച്ച് മേലെയാണ്. അതേപോലുള്ള മറ്റേ വിഷ്വൽ ക്ലാരിറ്റി പിന്നെ ടെക്നിക്കൽ സൈഡ് ഒക്കെ അടിപൊളിയായിരുന്നു. ആരുടെ ആക്ടിങ് ഏറ്റവും നല്ലത്? ഋഷഭ് ഷെട്ടി പറയാൻ ജയറാമിന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? ജയറാം ആക്ടിങ് എന്ന് പറയുമ്പോൾ ജയറാം അറിയാലോ ആ ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ ജയറാമിന്റെ റോള് മറ്റേ രാജാവായിട്ട് ട്രെയിലറിലൊക്കെ കണ്ട പോലെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലർ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എത്ര എക്സ്പെക്ട് ചെയ്യാം? ജയറാമിന്റെ ആക്ടിങ് എങ്ങനെയുണ്ടായിരുന്നു? ഋഷഭ് ഷെട്ടിയോ? നല്ലതാണ്. ഫസ്റ്റില് കാണുന്ന ഒരു ഫീൽ ഉണ്ടോ സെക്കൻഡ് പാർട്ടില്? വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ത്രില്ലിംഗ് ആയി. ഫസ്റ്റിനേക്കാൾ അടിപൊളിയാണോ? വളരെ ഇഷ്ടപ്പെട്ടു. ആരുടെ ആക്ടിങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടി നല്ലതായിരുന്നു. ഫസ്റ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടോ? ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് നന്നാവും. പടം നന്നാവും പറയുന്നുണ്ട് എല്ലാവരും. മറ്റേ ട്രെയിലറിൽ നിന്നും ആക്ഷൻസും കണ്ടതൊക്കെ അടിപൊളിയാവും. പടം സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടി പൊളിച്ചു. ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനില്ല.